ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ ഉത്സവമായിട്ടുള്ള കോഴിക്കളിയാട്ട മഹോത്സവമാണ്. കളിയാട്ടം ഒരു വലിയ വൈബ് തന്നെയാണ്. നമ്മൾ കളിയാട്ടത്തിൻ്റെ ആ ഒരു തിരക്കിലേക്ക് ഇറങ്ങുമ്പോഴാണ് അതെന്താണെന്ന് അറിയാൻ പറ്റുകയും അതൊക്കെ ഒരു രസമാണ്. ഇനി ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. പക്ഷേ കളിയാട്ടത്തിൻ്റെ അന്നാണ് കുറച്ചുകൂടി ആൾത്തിരക്കും അതുപോലെ തന്നെ കച്ചവടക്കാരും കൂടുക. ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. അതിനു മുമ്പൊരു കാര്യം പറയാം. വീട്ടമ്മമാർക്കും വീട്ടിലെ കുട്ടികൾക്കും എല്ലാവർക്കും പറ്റിയ ഒത്തിരി സാധനങ്ങൾ ഇവിടെ തന്നെയുണ്ട്. പിന്നെയുണ്ടല്ലോ അടുക്കളയിലേക്കുള്ള ചട്ടിയും കലവും അതുപോലെ തന്നെ ഇടിക്കുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ അവൈലബിൾ തന്നെയാണ്. പിന്നെ മീനില്ലാത്തവർക്ക് മീൻ മേടിക്കണമെങ്കിൽ ഇഷ്ടം പോലെ മീൻ എല്ലാ സ്ഥലത്തുമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ബാക്കിയുള്ള കാഴ്ചകൾ നിങ്ങൾ തന്നെ കണ്ടോളേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ആ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്നിട്ട് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മറക്കേണ്ട കേട്ടോ. ഇതിന് ഞാൻ സൗണ്ട് കൊടുക്കുന്നില്ല, അവർ വെറുതെ ഒരു പാട്ട് പാടുന്നുണ്ട്. ഇനി സൗണ്ട് കൊടുത്താൽ ഈ ഒരു വാഹനങ്ങളുടെ ആ ഒരു സൗണ്ടൊക്കെ കൂടി ആയിട്ട് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് ഞാൻ സൗണ്ട് കൊടുക്കാൻ നിൽക്കുന്നില്ലേ. ഇത് വെറുതെ അവരിങ്ങനെ പാട്ട് പാടുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഒരു നമ്മുടെ കുതിരയെ ഇങ്ങനെ കാണിക്കുന്നു, അത്രയേ ഉള്ളേ. പിന്നെ അവരുടെ കൂട്ടത്തിൽ കുറേ ആളുകളും പാടുന്നു, അങ്ങനെയൊക്കെ കൂടിയാണ്. ഞങ്ങളുടെ ടീമിൻ്റെ കുതിരയാണ് അവിടെ നിൽക്കുന്നത്. 3 കുതിരയാണ് ഞങ്ങളുടെ ടീമിനുള്ളത്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കുതിരയുടെ അടുത്തേക്ക് സെൽഫി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഞാൻ ആ ഒരു മ്യൂസിക് ഡോളിൻ്റെ ഒക്കെ സൗണ്ട് കേൾപ്പിക്കണം വിചാരിച്ചിരുന്നു, പക്ഷെ അത് പറ്റുന്നുണ്ടാവില്ല. ഞാൻ കുതിരയുടെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തു. അവിടെ എൻ്റെ കൂടെ നിൽക്കുന്നൊരു പെൺകുട്ടിയില്ലേ, അവളുടെ പേര് ദിയാനാണ്. അത് എൻ്റെ അമ്മായിയുടെ
പേരക്കുട്ടിയാണ്. എൻ്റെ അമ്മായി എന്നല്ല, എൻ്റെ പപ്പയുടെ അമ്മായിയാണ്. അപ്പം ഞാനും അമ്മായി തന്നെയാണ് വിളിക്കുക. അപ്പോൾ അവളും കുറച്ച് ഫോട്ടോസ് എടുത്തു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ കുറച്ച് പേര് ഞങ്ങളുടെ അയൽവാസികളാണ്. അവർ ഞങ്ങളെ വർത്താനം പറയാൻ വേണ്ടി ക്ഷണിച്ചു. അങ്ങനെ ആ പോകുന്ന വഴി അമ്മയെയും കണ്ടു. അമ്മയും കൂട്ടി കാർത്തേനിയമായ അതായത് അമ്മായിയുടെ കൂടെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മുട്ടേറിയുടെ വരവ്. അപ്പോൾ പോന്നാൽ പോരെ? ഓക്കെ. അങ്ങനെ അവസാന കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കുതിര ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ മുട്ടിച്ചിറയ്ക്ക് 3 കുതിരയാണ്. ഒന്ന് ശിവൻ്റെയും പാർവതീൻ്റെയും ഒക്കെ ചിത്രം വെച്ചിട്ട്, അതുപോലെ തന്നെ കാളിയുടെ ചിത്രം വെച്ചിട്ട്, അങ്ങനെ കുറേ എന്തൊക്കെയുണ്ട്, അതൊക്കെയാണ്. പിന്നെ ഇത് എൻ്റെ പപ്പയുടെ ഫ്രണ്ടാണ്. അപ്പോൾ അവർക്ക് ഞാൻ ഒരു കണ്ണാടി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു കൂളിംഗ് ഗ്ലാസ്. അപ്പോൾ എനിക്ക് തന്നെ തന്നതാണ്. അപ്പോൾ ഈ ഒരു സംഭവം കുതിരയാണ്. ആളുകൾ ഇങ്ങനെ കുതിരയുടെ കാലിങ്ങനെ പിടിച്ചു കൊണ്ടുപോകാറാണ് പതിവ്. ഇങ്ങനെയാണ് കുതിരയെ കൊണ്ടുപോവുക. ബാക്കിലാണ് ആളുകളൊക്കെ വരുന്നത്. അതാണെങ്കിൽ ഇപ്പോൾ 2ാമത്തെ വരവോ എന്തോ ആണ്. ഇപ്പോൾ അത്ര തിരക്കില്ല റോട്ടിലൊന്നും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മേലേക്ക് കയറുന്ന റോട്ടിലൊക്കെയാണ് അധികം തിരക്കെന്ന് പറയുന്നത്. മഴയായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ മഴയാണെങ്കിലും കളിയാട്ടമായാൽ ആളുകൾ ഉണ്ടാവും. ഇന്ന് കളിയാട്ടത്തിന് മഴ പെയ്യാത്തത് തന്നെ ദേവിയുടെ ശക്തി കാരണമാണ്. ഇതേ ഞാൻ സൗണ്ട് കൊടുക്കുന്നില്ലേ, സൗണ്ട് കൊടുക്കണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. സൗണ്ട് കൊടുത്താലല്ലേ ഇതിനൊക്കെ ഒരു രസം കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഉത്സവത്തിനൊക്കെ ഈ ഒരു സൗണ്ടൊക്കെ കൊടുത്തവർക്കൊക്കെ എന്തായാലും കോപ്പിറൈറ്റ് ഉണ്ടാവും. ആ ഒരു പ്രശ്നം ആദ്യത്തെ വീഡിയോക്കിന് പാടില്ലല്ലോ. എങ്കിലും ഞാൻ ചാടി കളിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്കിത് കാണാൻ ഒരു രസമൊക്കെ തന്നെയല്ലേ. എങ്കിലും ആ ഒരു സൗണ്ട് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി രസം കിട്ടുമെന്നില്ല. സാറില്ല, നമുക്കിത് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ നോക്കാം. എന്തായാലും ആദ്യത്തെ വീഡിയോയ്ക്ക് തന്നെ കോപ്പിറൈറ്റ് പിടിക്കുന്നത് അത്ര ശരിയല്ലല്ലോ. പിന്നെ ഇതാണ് ഞങ്ങളുടെ മുട്ടിച്ചിറ പൗരസമിതിയുടെ ആ ഒരു ഡ്രസ് കോഡ് എന്ന് പറയുന്നത്. ബ്ലാക്കിൽ ദേവിയുടെ ചിത്രമൊക്കെ കൊടുത്തിട്ട് നല്ലൊരു ഗൗരവവും എൻ്റെ പപ്പയ്ക്കും എനിക്കൊക്കെ നല്ല ഇഷ്ടമായേ. പിന്നെ ഞാനും ദിയയും കൂടിയൊക്കെ ഓടിച്ചാടി കളിക്കുന്നുണ്ട്. ഞങ്ങളുടെ വരവിൻ്റെ കൂടെ പോകാൻ നിൽക്കായിരുന്നു. അപ്പോൾ ദിയയുടെ മുഖം കാണിക്കരുതെന്ന് പറഞ്ഞ് ദിയ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഗേറ്റ് തുറന്നപ്പോൾ കുറേ കഴിഞ്ഞിട്ടാണ് ഈ മറ്റുള്ളവരൊക്കെ ഇല്ലേ അവരൊക്കെ വന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി മുട്ടിച്ചിറയിലേക്ക് വരവിൻ്റെ കൂടെ പോവുകയാണ്. വരവ് വന്നപ്പോൾ ഞങ്ങൾ പോയില്ല. വരവൊക്കെ ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണെങ്കിലും ഏതോ മേലേത്തോടിയിൽ കിടക്കുന്ന ആൾക്കാർ വരെ ഞങ്ങളെ വരവിൻ്റെ കൂടെ പോയി. ഞങ്ങൾ മാത്രം പോയിട്ടില്ല. എന്തായാലും പോകണ്ടേ, അവർ പോകണ്ടെങ്കിൽ നമ്മളെന്ത് പോകത്തേ? അവരൊക്കെ പോകുന്നില്ല, അപ്പം ഞങ്ങൾക്ക് എന്ത് പോയില്ലേ? അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാനങ്ങ് പോയി. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു അറിയാം, ഞങ്ങളുടെ വരവ് പോകണ മുമ്പ് തന്നെ ഞങ്ങളുടെ വരവിൻ്റെ മുമ്പിൽ കൂടി ചാടി ഏതോ വരവിൻ്റെ കൂടെ പോയിട്ട് ഞങ്ങളൊരു സൈഡിൽ നിന്നു. ഞങ്ങളെ വരവ് വരുമ്പോൾ ഞങ്ങളങ്ങ് വീഡിയോ എടുക്കുകയും ചെയ്തു. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു പേപ്പറിൻ്റെ കഷ്ണങ്ങളൊക്കെ വരവ് ഇട്ട് പോയതാണ്. എത്ര വരവ് വന്നിട്ടുണ്ടെന്നറിയോ? മഞ്ചേരിൻ്റെ വരവൊക്കെ ഉണ്ട്. അതൊക്കെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ഓടിച്ചാടി, ഞാനും വർഷ ചേച്ചി എല്ലാവരും കൂടി ഓടിച്ചാടി ആ തിരക്കിൻ്റെ ഉള്ളിൽ കൂടി പോവാണ്. അതാണ് ഇത്ര സ്പീഡ്. അങ്ങനെ മുട്ടിച്ചിറ വരവ് മേലേക്ക് കയറുമ്പോഴേക്കും ഞങ്ങൾ രക്ഷപ്പെട്ട് അങ്ങനെ ഞങ്ങൾ ആ ഒരു കുതിരേൻ്റെ തൊട്ടടുത്ത് കൂടി ഞങ്ങളിതേ പോവുകയാണേ. അതിൻ്റെ ഇടയ്ക്ക് എന്നെ ചില ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ബാൻഡ് മേളയും കാര്യങ്ങളൊക്കെ വന്നു. സൗണ്ട് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, എങ്കിലും ഞാൻ കാണിച്ചു തരാം, കണ്ടോക്കിയേ. ഇനി ഈ കൊട്ടൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ കൊടുക്കണം എന്നായിരുന്നു. ഈ ഒരു ബാൻഡിൻ്റെ സൗണ്ട് എനിക്ക് ഇതിൽ കൊടുക്കണം എന്നുണ്ടായിരുന്നു. ഈ കൊട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവില്ലേ, അപ്പോൾ അവർക്കൊക്കെ വേണമെങ്കിൽ ഈ ഒരു കൊട്ടൊക്കെ കേൾക്കുക വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കൊട്ട് ഇഷ്ടമുള്ളവർ കൊട്ട് കേൾക്കണ്ട, കൊട്ട് കാണാം, അത്രയേ ഉള്ളൂ. പിന്നെ കളിയാട്ടത്തിൻ്റെ കുറച്ച് ഭാഗമൊക്കെ കാണാം. മുഴുവനൊന്നും കാണാൻ മാത്രം ഞങ്ങൾ രാത്രിയൊന്നും അവിടെ വരെ നിന്നിട്ടൊന്നുമില്ല. പിന്നെ ഇതൊക്കെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ബാൻഡിൻ്റെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമല്ലോ. ബാൻഡുകാരൊക്കെ വമ്പം കൊട്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുട്ടിച്ചിറയിലും പിന്നെ വേറെ ഏതോ ഒരു ദേശത്തിൻ്റെ, ആ പേര് ഞാൻ മറന്നു, എനിക്ക് അത് നല്ല ഇഷ്ടപ്പെട്ടിരുന്നേ. അങ്ങനെ അവരുടെ കഴുത്തിലൊക്കെ എന്തൊക്കെ കള്ളനോട്ടോ എന്തോ സംഭവം എനിക്കറിയത്തില്ലേ. എന്താ വെച്ചാൽ ദിയയുടെ കയ്യിലും അതുപോലെ തന്നെ ബാക്കിയുള്ള കുട്ടികളുടെ കയ്യിലൊക്കെ ഒരാൾ വന്നിട്ട് കള്ളനോട്ട് ഇങ്ങനെ കൊടുത്തിരുന്നു. എന്നിട്ട് വേറെ മാറ്റി തരണോ പറഞ്ഞിട്ട് അയാൾ മാറ്റിയിട്ട് വേറെ നോട്ടും കൊടുത്തിരുന്നു. പാവങ്ങൾ അത് വിശ്വസിച്ച് ശരിക്കുള്ള പൈസ വിചാരിച്ചേ. പക്ഷേ പറ്റിയില്ല, അത്രയും ഒരു തിരക്കുണ്ടായിരുന്നു. കളിയാട്ടത്തിൻ്റെ തിരക്കും ആ ശബ്ദമൊക്കെ കൂടി ആകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ ഇന്നലെ അപ്ലോഡ് ആക്കിയതായിരുന്നു ഈ വീഡിയോ, പക്ഷേ എത്തിയതോ ഇന്നല്ലേ. ഇനി ബാക്കി നിങ്ങൾ കണ്ടോ, ഞാൻ മ്യൂസിക്കൊക്കെ കൊടുക്കേ. പോലെ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ മഴയാണെന്ന് വിചാരിച്ചിട്ട് വീട്ടിലൊന്നും ഇരുന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല.
കളിയാട്ടം കണ്ടറിയണമെങ്കിൽ കളിയാട്ടത്തിലേക്ക് അങ്ങ് ഇറങ്ങി ആ തിരക്കിലേക്ക് അങ്ങ് ഇറങ്ങി തുള്ളിച്ചാടി ആർത്തുള്ളിച്ച ചളിയിലൊക്കെ ചവിട്ടി ചവിട്ടി കളിച്ച് വേണം ആർത്തുല്ലസിക്കാൻ. അങ്ങനെ ഞങ്ങളുടെ കുതിര ഇവിടെ എത്തിയിട്ടുണ്ട്. 3 വലിയ കുതിരകളാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ സ്മോക്കും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് തന്നെ മുട്ടിച്ചിറയുടെ കുതിരയ്ക്കാണ് ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ടതിൽ അതാണ് ഞാൻ കണ്ടത്. ഇനി മ്യൂസിക്കൊക്കെ കൊടുക്കേ. അവർ കുതിരയെ എറിയുന്നത് നോക്കിക്കേ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ടുള്ള കുതിര വരെ ഇവർ ഇറക്കുന്നുണ്ട്. ഇത് മാത്രമല്ല ജനത്തിരക്കെന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് ഇറങ്ങിയ ജനത്തിരക്കാകും. ഇപ്പോൾ തന്നെ ഇത്രയുണ്ടെങ്കിൽ മുട്ടിച്ചിറയിലും അത് മാത്രമല്ലാതെ കളിയാട്ടം കാണാൻ നിൽക്കുന്ന വീടുകളിലും ഒക്കെ ഉണ്ടാവും ഒത്തിരി ജനത്തിരക്ക്. കളിയാട്ടം കുറേ കണ്ട ഞങ്ങൾക്ക് പിന്നെ ഇതൊക്കെ ഒന്ന് ഊഹിച്ചാൽ പോരെ. ബാക്കി വീഡിയോ ഉടനെ വരുന്നുണ്ട്.